സംഗീത സംവിധായകൻ AR റഹ്മാൻ്റെ മനസ്സ് കിടക്കിയ ഒരു മിടുക്കിയുണ്ട് മലപ്പുറം മഞ്ചേരിയിൽ. പൃഥ്വിരാജ് ചിത്രം ആടുജീവിതത്തിലെ പാട്ടുപാടി സോഷ്യൽ മീഡിയയിൽ വൈറലായ മീരയാണ് ഇപ്പോൾ താരം. മീര ആലപിച്ചൊരു പാട്ട് AR റഹ്മാൻ തൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചതും വാർത്തയായി. സോഷ്യൽ മീഡിയയിൽ ആകെ ഇപ്പോൾ ആടുജീവിതവും അതുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളുമാണുള്ളത്. ഇതിനിടയിൽ ആടുജീവിതത്തിലെ ഒരു പാട്ട് വൈറലാവുകയും ചെയ്തു. ആ വൈറൽ പാട്ടുകാരിയാണ് നമുക്കൊപ്പം ഉള്ളത്. ഒപ്പം ഇവർ രണ്ടുപേരും പാടിയിട്ടുള്ള മറ്റു ചില പാട്ടുകളും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം ശ്രദ്ധ നേടുന്നുണ്ട്. ആദ്യം വൈറലായ പാട്ട് കാണാം, അതിനുശേഷം ഇവരുടെ വിശേഷങ്ങളിലേക്ക് കടന്നു വരാം. ഇപ്പൊ നമ്മൾ കണ്ടത് മീരയുടെ പാട്ടാണ്. മീരയ്ക്കൊപ്പം ഉള്ളത് ഹനാനയാണ്. അപ്പം ഇവര് രണ്ടുപേരും സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച പാട്ടുകൾ അത്രയും വൈറലാണ്. അപ്പൊ നമുക്ക് ആദ്യം മീരയുടെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ ചെല്ലുന്നത്. മീര മലപ്പുറത്താണ്. എവിടെയാണ് പഠിക്കുന്നത്? എങ്ങനെയാണ് ഈ വീഡിയോ വൈറലാകാനുണ്ടായ ഒരു സാഹചര്യം? ഞാനിപ്പോൾ പഠിക്കുന്നത് ഡിഗ്രി MES മമ്പാട് കോളേജിൽ ഫസ്റ്റ് ഇയർ ബേസിക് സുവോളജിയാണ്. പാട്ട് എടുത്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ +2 വരെ പഠിച്ചത് 5 മുതൽ +2 വരെ പഠിച്ചത് HMIHSS മഞ്ചേരി പറയുന്ന സ്കൂളിലാണ്. അപ്പോൾ അവിടുത്തെ മ്യൂസിക് ടീച്ചറുണ്ട് ഖദീജ ടീച്ചർ. ടീച്ചറുടെ മോനാണ് ഷെഫീഖ്. അപ്പോൾ ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണ്. അപ്പോൾ ആൾ പറഞ്ഞു, ഇങ്ങനെ ആടുജീവിതത്തിൽ പാട്ട് റിലീസായിട്ടുണ്ട്, ഈ ഒന്ന് പാടി നോക്ക് എന്ന് പറഞ്ഞു. 1-2 പേരൊക്കെ പാടി ഇട്ടിട്ടുണ്ട്, എന്നാലും ഒന്നുകൂടെ ഈ ഒന്ന് പാടി നോക്കുമെന്ന് പറഞ്ഞു. ട്വിസ്റ്റ് എന്ന് പറയുന്നത് ഇതൊന്നല്ല. ട്വിസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? AR റഹ്മാൻ സാർ സ്റ്റോറി ഇട്ട്. അതായത് AR റഹ്മാനാണ് സംഗീതം ചെയ്തത്. ആ AR റഹ്മാൻ, അതായത് ഏതൊരു സിംഗറെ സംബന്ധിച്ചും ഒരു ഗോൾഡൻ മൊമെന്റ് എന്നൊക്കെ പറയാം അല്ലെ. അത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ എന്താ തോന്നിയത് പെട്ടെന്ന്? കുറേ പേര് റിക്വസ്റ്റിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, AR റഹ്മാൻ സാറിന്റെ സ്റ്റോറി നോക്ക്, ഈ വീഡിയോ സ്റ്റോറി ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കയറി നോക്കിയപ്പോൾ സാർ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര സന്തോഷം. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. കൂടാതെ AR റഹ്മാന്റെ മകള് മെസ്സേജ് അയച്ചു. ഖദീജ റഹ്മാൻ മാം മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ബ്യൂട്ടിഫുൾ വോയിസ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ്. അങ്ങാകലെ അങ്ങാകലെ മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ, മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ. അങ്ങാകലെ അങ്ങാകലെ മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ, മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ, നെഞ്ചിലൊരാളുടെ. അപ്പം ഇപ്പൊ നമ്മള് മീരയുടെ പാട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇനി മീരയും ഹനാനയും കൂടി പാടിയ പാട്ടുണ്ട്, അതൊന്ന് കണ്ടുവരാം. അമ്പൻ തൗഫീഖിൽ മൂത്തവർ, ഹലർ മൗതുദീത്തവർ, ഇമ്മല ബാരണഞ്ഞവർ, ഇസ്ലാമിൻ തേജസാണവർ. ഇത് സത്യത്തിൽ കോളേജിൽ നിന്ന് പാടിയ പാട്ടാണ് അല്ലെ? കോളേജിലത്തെ ഒരുപാട് റീലുകൾ കാണാം നമ്മൾ മീരേന്റെ അക്കൗണ്ട് ഒക്കെ തുറന്നു കഴിഞ്ഞാല്. ശരിക്കും അങ്ങനെയാണ്? അതെ, ഞങ്ങൾ കോളേജിൽ നിന്ന് ഇപ്പോൾ രണ്ടുപേർക്കും നമുക്ക് റീൽ ചെയ്താലോ എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഫസ്റ്റ് ചെയ്തത്. അപ്പോൾ ഫസ്റ്റ് ഒരു വീഡിയോ ഞങ്ങൾ മീശമാധവൻ എന്ന് പറഞ്ഞ ഫിലിമിലെ ഒരു സോങ് ആയിരുന്നു ചെയ്തത്. പിന്നെ നമ്മൾ മറ്റൊരു ദിവസം എന്ന് ഞങ്ങൾ ചെയ്യണം എന്നങ്ങ് പറയും, പക്ഷെ ഒരു ദിവസം അങ്ങനെ ഈവനിങ്ങിൽ നമുക്കിന്ന് റീൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് വെറുതെ ഒറ്റ ടേക്ക് എടുത്തിട്ടുള്ളൂ, ഒറ്റ പ്രാവശ്യം എടുത്ത് അന്ന് ഈവനിങ് തന്നെ അത് പോസ്റ്റ് ചെയ്തു. എന്നിട്ട് പിറ്റേ ദിവസം ആയപ്പോൾ 1 lakh ആയി, കുറച്ച് കഴിഞ്ഞപ്പോൾ 2 lakh 3 lakh, അങ്ങനെ പെട്ടെന്നായിരുന്നു ആ ഒരു മില്യണിലോട്ടുള്ള റീച്ച് ചെയ്തത്. ഒരുപാട് ആഗ്രഹമായിരുന്നു അങ്ങനെ മില്യൺ വീഡിയോസ് ആവണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇത് പെട്ടെന്നായപ്പോൾ ഒരുപാട് സന്തോഷമായി. കാണാൻ പറ്റാത്ത കനകത്തിൻ മണിമുത്തേ, കരളിന്റെ കോട്ടിലെ കുഞ്ഞിത്തത്തേ, കാണാൻ പറ്റാത്ത കനകത്തിൻ മണിമുത്തേ, കരളിന്റെ കോട്ടിലെ കുഞ്ഞിത്തത്തേ. അപ്പം എന്തായാലും രണ്ടുപേരുടെ ആഗ്രഹങ്ങൾ വലുതാണ്. ആ ആഗ്രഹങ്ങളൊക്കെ തന്നെ നടക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ സിനിമയിലും നിറയെ അവസരങ്ങൾ രണ്ടുപേർക്കും ലഭിക്കട്ടെ. ഇനിയും രണ്ടുപേരുടെയും സംയുക്തമായിട്ടുള്ള ഒരുപാട് പാട്ടുകൾ പുറത്തു വരട്ടെ, അതൊക്കെ വൈറലാകട്ടെ എന്ന് നമ്മൾ ആശംസിക്കുകയാണ്. അപ്പം ക്യാമറമാൻ മുഹമ്മദ് അർഷാഖിനൊപ്പം ഷഹദ് റഹ്മാൻ, 24 മലപ്പുറം. ആടുജീവിതത്തിലെ AR റഹ്മാൻ്റെ പാട്ടിലെ ചില വരികൾ ഞാനും ശ്രദ്ധിച്ചു. അത് ഒരു കൊളുത്തിപ്പിടിക്കുന്ന വേദനയായിട്ട് പെയ്തിറങ്ങുന്ന 1-2 പാട്ടുകൾ അതിലുണ്ട്.
എന്തായാലും ആടുജീവിതം ഈ 28-ാം തീയതി തിയേറ്ററുകളിൽ എത്തുകയാണ്. പൃഥ്വിരാജിൻ്റെ അഭിനയ ജീവിതത്തിലെ നാഴികക്കല്ലാവും ഈ ചിത്രമെന്നാണ് പൊതുവെ പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല നജീബിൻ്റെ ജീവിതം പകർത്തിയ ബെന്യാമിൻ്റെ ആടുജീവിതം എന്ന നോവൽ ഒരുപക്ഷെ ലോക സിനിമയിൽ തന്നെ ഒരു സംഭവമാകുമോ എന്ന് നോക്കിയിരിക്കുകയാണ് നമ്മുടെ ചലച്ചിത്ര നിരൂപകർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.